നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. സ്വർണത്തിന് വില അനിയന്ത്രിതമായി കൂടാൻ പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, അമേരിക്ക 25% കൂടി തീരുവ പ്രഖ്യാപിച്ചു. ടോട്ടൽ 50% ടാക്സ് കയറ്റുമതിക്ക് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നത് സ്വർണത്തിന് അത്യധികം വില കയറാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ട്രംപിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. കുറേയൊക്കെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒക്കെ. പക്ഷേ സംഭവം ഇവിടെ ഇദ്ദേഹം ഈ തീരുവ പ്രഖ്യാപിച്ച് ഇന്ത്യയുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ ഈ ഭീഷണിയെ പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ട്രംപ് വ്യാപാര യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഇതുവരെയുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇത് പുല്ലുവില കൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് നിമിഷവും ഈ ട്രംപ് കളം മാറ്റി ചവിട്ടും. നമുക്ക് വിശ്വസിക്കാവുന്നില്ല. ഇതിനു മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ, നയങ്ങൾ, അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഈ വ്യാപാര യുദ്ധം ഓപ്പണായിട്ട് തുടങ്ങിയത് അയാൾ വിചാരിക്കുന്ന തരത്തിൽ ഇന്ത്യയെ പേടിപ്പിക്കാൻ പറ്റില്ലെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഇന്ത്യ ഇതിന് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾ ഈ നയത്തിൽ നിന്ന് ഏത് നിമിഷവും മലക്കം മറിഞ്ഞ് ചാടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്വർണത്തിൻ്റെ വിലയുടെ കാര്യം പിന്നീട് നമുക്ക് പറയാനാകുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് സ്വർണത്തിന് അത്യധികം വലിയ വിലക്കയറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ഇന്ന് കൂടിയിരിക്കുകയാണ്. അതായത് ഔൺസിന് $3,382 ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ടത്. ഈ ദിവസത്തിൽ 3,365-നും $3,384 ഇടയിലാണ് ഈ വ്യാപാരം നടക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുകയാണ്. ഏതാണ്ട് 0.4% കൂടിയിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ. പക്ഷേ ഇത് കൂടിയാലും കുറഞ്ഞാലും ഇന്ത്യയിൽ ഡെഫിനറ്റായിട്ടും ഇത് സ്വർണത്തിന് വില കൂടാൻ പോവുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഇടിയാനാണ് സാധ്യത. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ, നിക്ഷേപം എന്നുള്ള നിലയിൽ ഈ വലിയ കോടീശ്വരന്മാർ സ്വർണം വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ അങ്ങനെ ആ ബേസിൽ സംഭവം ഇന്ത്യയിൽ സ്വർണത്തിന് വില കയറാൻ പോയാണ്. ഡോളറിൻ്റെ വില അല്പം ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡോളറിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും ഇന്ത്യക്കെതിരെ ഈ വ്യാപാര യുദ്ധം അമേരിക്ക തുടങ്ങിയ സ്ഥിതിക്ക് ഇന്ത്യയിൽ സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സ്വർണത്തിന് വില കയറാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഇന്ന് ഒരു ഏറ്റവും കുറഞ്ഞത് ഗ്രാമിന് സ്വർണത്തിന് 100 രൂപ തൊട്ട് 500 വരെ കയറാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും 100 രൂപയിൽ കൂടുതൽ ഇന്ന് സ്വർണത്തിന് വില കയറാനാണ് സാധ്യത. നമുക്ക് നോക്കാം. പിന്നെ
ഇന്ത്യ അമേരിക്കക്കെതിരെ അനുകൂലമല്ലാത്ത നിലപാടാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതാണ്. ഒന്നാമതായിട്ട് അമേരിക്ക സമീപഭാവിയിൽ തന്നെ എല്ലാം കൊണ്ടും എല്ലാ രംഗത്തും സമ്പൂർണ്ണമായും തകരാൻ പോകുന്ന ഒരു രാജ്യമാണ്, മുങ്ങാൻ പോകുന്ന കപ്പലാണ്. അതാണ് പൊതുവെയുള്ള എല്ലാവരും പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഡോളറിൻ്റെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാം കാര്യം അധോഗതിയാണ്. അതാണ് എല്ലാവരും പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുങ്ങാൻ പോകുന്ന കപ്പലിൽ അവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, അമേരിക്ക ഏതാണ്ട് ലോകത്ത് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂരിപക്ഷം രാജ്യങ്ങളും അമേരിക്കക്കെതിരാവുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ കയറ്റുമതി അമേരിക്കയിലോട്ട് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലൊക്കെ വ്യാപിപ്പിച്ചാൽ മതി ഇത് നേരിടാൻ പറ്റും. അപ്പോൾ അമേരിക്ക എന്തായാലും തകരും. മുങ്ങുന്ന കപ്പലാണ്, അതിൽ നിന്നിട്ട് കാര്യമില്ല. ഭൂരിപക്ഷം രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരുവാണ്. അമേരിക്ക മാത്രമല്ല ലോകത്തുള്ളൂ എന്നുള്ള ഒരു കോമൺ സെൻസ് വെച്ച് തീരുമാനമെടുക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ് എന്നാണ് ഇപ്പോൾ ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ വലിയ ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകർ സ്വർണം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഒക്കെ രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ എന്തോ ചെയ്യണം? നമുക്കറിയാം, 1 രൂപയ്ക്ക് ആയിട്ട് അല്ലെങ്കിൽ 1000 രൂപയായിട്ട് 10000 രൂപയായിട്ട് ഒരു സ്വർണ്ണക്കടയ്ക്ക് കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10,000-നോ അല്ലെങ്കിൽ 20,000-ന് മേളിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്വർണം വാങ്ങാൻ ഒക്കത്തില്ല. അത് കൂടുതലൊന്നും നമുക്ക് വാങ്ങാൻ ഒക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം ഇതാണ്: ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുക. ഡിജിറ്റൽ ഗോൾഡ് എല്ലാ ബാങ്കുകളിലും ലഭ്യമാണ്. അതിനകത്ത് പണിക്കൂലിയില്ല, പണിക്കുറവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് വൈറ്റ് മണിയാന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. GST ഉൾപ്പെടെ ഒക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ തന്നെയും സ്വർണ്ണ ഉരുപ്പടി വാങ്ങുന്നതിനെക്കാട്ടിലും എന്തായാലും ലാഭമാണ് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നത്. അതെല്ലാ ബാങ്കുകളിലും ഉണ്ട്. അത് 1 രൂപയ്ക്ക് വരെ നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഡിജിറ്റൽ ഗോൾഡിൻ്റെ പ്രത്യേകത. പിന്നെ തങ്കത്തിൻ്റെ 22 ക്യാരറ്റ് അല്ല 24 ക്യാരറ്റിൻ്റെ സ്വർണ്ണമാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് വഴി കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ സജഷൻ ഇതാണ്: 1 രൂപ തൊട്ട് 100 രൂപ തൊട്ട് 1000 രൂപ തൊട്ട് നിങ്ങൾ കണ്ണുമടച്ച് ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുക. അതായത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, ഈ മറ്റേ സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അത് മുഴുവൻ, അത് 1 രൂപയായാലും 10,000 രൂപയായാലും 1 ലക്ഷമായാലും കണ്ണുമടച്ച് ഈ ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുക. ഏകദേശം ഒരു വർഷം ഏകദേശം 3 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാം. അതിന് മുകളിലൊക്കെ ഉള്ളത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ്: ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രംപിൻ്റെ കാര്യമാണ്. ഒന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഏത് നിമിഷവും ഇദ്ദേഹം മലക്കം മറിയും. കാര്യം ഇത് അയാളുടെ ഒരു രീതി ഇതാണ്. അതായത് വെള്ളം ഒന്ന് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. അപ്പം ഈ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വ്യാപാര യുദ്ധം ഏതാണ്ട് പൊളിയാൻ തന്നെയാണ് സാധ്യത. കാര്യം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ട്രംപിൻ്റെ ഭീഷണിയെ പുല്ലുവില കൽപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ട്രംപിൻ്റെ തീരുമാനം ഏത് നിമിഷവും മലക്കം മറിയും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ സെക്കൻഡിൽ
ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നത് നിർത്തുക. അത് മാത്രമല്ല മുഴുവൻ പിൻവലിക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ കയറ്റുമതി, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ് പ്രധാനമായിട്ടുള്ളത്. കൊഞ്ചും അങ്ങനെയൊക്കെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അവർക്ക് അങ്ങനെ ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനൊക്കെ ഭീമമായ നഷ്ടം വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ശ്രദ്ധയൂന്നി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ മറികടക്കാൻ പറ്റും. എന്തായാലും സ്വർണത്തിന് വില കയറുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ഇന്ത്യയുടെ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടം കൂടുന്നതോ GDP കൂടുന്നതോ ഒന്നുമല്ല, മറിച്ച് ആ ഡെപ്റ്റ് ടു GDP റേഷ്യോ, അതാണ് പ്രശ്നമുള്ളത്. അത് ഇന്ത്യക്ക് പക്ഷേ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. 93% കൂടുതൽ ആയിക്കഴിഞ്ഞു ഡെപ്റ്റ് ടു GDP റേഷ്യോ. അത് ഏകദേശം 0.01% വെച്ച് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ. എന്തായാലും ആകെ മൊത്തം ടോട്ടൽ ഞങ്ങൾ പറയുന്ന അഭിപ്രായം ഇതാണ്: സ്വർണത്തിന് വില കയറും. അപ്പോൾ എന്തെങ്കിലും നിക്ഷേപമൊക്കെ ഉള്ളത്, ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ള നിക്ഷേപങ്ങളും ബാങ്ക് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റോ അങ്ങനെയൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഈ ട്രംപിൻ്റെ തീരുമാനം ഏത് സെക്കൻഡിലും മാറി പറയും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കുക. അത് 1 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഏറ്റവും സേഫായിട്ടുള്ള ഒരു നിക്ഷേപം ഇപ്പോൾ തൽക്കാലം ഇന്ത്യക്കാർക്ക് ഡിജിറ്റൽ ഗോൾഡ് തന്നെയാണ്. അപ്പോൾ അത് ഈ ട്രംപിൻ്റെ തീരുമാനം മാറുന്ന ആ നിമിഷം വരെ സ്വർണത്തിന് വില കയറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഗ്രാമിന് 100 രൂപ തൊട്ട് ചിലപ്പോൾ 500 രൂപ വരെ ഒരു ദിവസം കൊണ്ട് കയറാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണത്തിന് വില കയറാൻ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് നിങ്ങൾ നിക്ഷേപങ്ങൾ മാറ്റുക. പിന്നെ ട്രംപിൻ്റെ രീതി ഏത് നിമിഷമാണ് മാറിയുന്നത് നമുക്ക് പറയാൻ ഒക്കില്ല. എന്തായാലും ഇപ്പോഴത്തെ സ്റ്റാൻഡിൽ ട്രംപ് നിൽക്കുന്നിടത്തോളം കാലം സ്വർണത്തിൽ നിക്ഷേപിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.